നമസ്കാരം. നമസ്കാരം. എല്ലാ കലകളുടെയും ഒരു ഒത്തുചേരലാണ് തെയ്യം അല്ലേ? നൃത്തമായാലും പാട്ടായാലും ആയോധന കലകളായാലും. അപ്പോൾ ചെറുപ്പം മുതൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിശീലനം കിട്ടിയിട്ടുള്ളത്? ഇപ്പം അതിൻ്റെ കലാശങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ മെയ്യെഴുത്ത്, അതിലൊക്കെ എങ്ങനെയാണ് ചെറുപ്പം മുതലേ പരിശീലനം കിട്ടിയിട്ടുള്ളത്? പാരമ്പര്യമായിട്ട് എൻ്റെ അച്ഛൻ, എൻ്റെ വലിയച്ഛൻ എല്ലാവരും ഈ തിറയാട്ട മേഖലയിലുള്ളവരാണ്. അപ്പോൾ എനിക്ക് ചെറിയ പ്രായത്തിൽ തന്നെ എന്നെ അണിയറയിൽ കൊണ്ടുപോകും. അണിയറ തെയ്യം പുറപ്പെടുന്ന അവിടെയാണ്. അവിടെ നിന്നാണ് നമുക്ക് ആദ്യത്തെ അറിവുകൾ നേടാൻ പറ്റുക. അണിയറയിൽ ആരും നമ്മളെ പറഞ്ഞു തരാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അണിയറയിൽ എന്തൊക്കെ നടക്കുന്നു, ഇന്ന വേഷത്തിന് എന്തൊക്കെ നടക്കുന്നു, ഇന്ന കോലത്തിന് എന്തൊക്കെ നടക്കുന്നു, അപ്പോൾ നമ്മളൊരു കാവിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്തൊക്കെ ചെയ്യുന്നു, ഇതൊക്കെ നോക്കി കണ്ട് നമ്മൾ പഠിക്കുകയാണ്. അതാണ് നമ്മുടെ ഒരു ബേസ്. ആ ബേസിലാണ് പിന്നെയാണ് നമുക്ക് കുറേ ഒരു 3 വർഷമൊക്കെ ഇങ്ങനെ അണിയറയിൽ പോയി നമുക്കപ്പോഴും മെമ്മറി ഉണ്ടാവും. ഇന്ന താളമാണ് അല്ലെങ്കിൽ ഇന്ന തിറയാണ്, അതൊക്കെ പഠിപ്പിക്കും. അല്ലെങ്കിൽ നമ്മൾ സ്വയം പഠിച്ചോളും. പിന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഈ വരയ്ക്കുന്നിടത്ത് കളർ കൊടുക്കാൻ നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് കളർ കൊടുക്കാനൊക്കെ തരും. അപ്പോൾ നമ്മൾ അത് പഠിച്ചു. അങ്ങനെ ഓരോന്ന് സ്റ്റെപ്പായിട്ട് നമ്മൾ ഏകദേശം ഒരു 10 വയസ്സാകുമ്പോഴത്തേക്ക് നമുക്ക് കോലത്തിലും അതുപോലെ തന്നെ ഇന്ന തെയ്യം ഇന്ന താളം ഇതിലൊക്കെ ഒരു അറിവ് വരും. അപ്പോൾ ഏകദേശം നമ്മൾ ഇതിലൊക്കെ പ്രാപ്തനായി എന്ന് തോന്നും. നമ്മളെ ഗുരുനാഥന്മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ അച്ഛന് അല്ലെങ്കിൽ വലിയച്ഛനൊക്കെ തോന്നും ഒരുവിധം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ താളത്തിലേക്ക് കടക്കും. ഇപ്പോൾ ഒരു തിറ അല്ലെങ്കിൽ ഒരു തെയ്യം കെട്ടുമ്പോൾ അതിൻ്റെ താളങ്ങൾ പഠിക്കണം. ഓരോ കാലങ്ങളുണ്ട് ആ താളത്തിന്. ആ താളങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി നമുക്ക് ചെണ്ട തരും. അപ്പോൾ അവരെ കൂടെ ചെണ്ട തച്ച് ആ താളങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ ഹൃദിസ്ഥമാക്കി എടുക്കുക. അത് കഴിഞ്ഞാലാണ് നമുക്ക് പിന്നെ തോറ്റങ്ങളൊക്കെ പണ്ടേ പാരമ്പര്യമായിട്ട് എഴുതപ്പെട്ട കാര്യങ്ങളാണ്. ആ തോറ്റങ്ങൾ പഠിക്കാൻ പറയും. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് തെയ്യത്തിലേക്ക് അല്ലെങ്കിൽ തിറയാട്ടത്തിലേക്ക് ഏകദേശം കടന്നു വരാനുള്ള സമയമായി കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ വെച്ച് ആ താളത്തിനനുസരിച്ചുള്ള കലാശങ്ങളും അതിൻ്റെ ചടങ്ങുകളും സമ്പ്രദായങ്ങളും ഇന്ന കാവിൽ ആദ്യം ചെയ്യണം. കാരണം കാവിൻ്റെ അടിസ്ഥാനത്തിൽ പല ചടങ്ങുകളും വ്യത്യാസമാണ്. ഇപ്പോൾ ഒരു കാവ് ചെയ്യുന്ന ചടങ്ങായിരിക്കില്ല മറ്റ് കാവിൽ. അപ്പോൾ ആ കാവിൽ എന്തൊക്കെയാണോ ചടങ്ങുകൾ അതൊക്കെ എഴുതപ്പെട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പഠിപ്പിക്കും. അങ്ങനെയാണ് പുത്തൻമുടി വെക്കുക അല്ലെങ്കിൽ ആദ്യമായിട്ട് തെയ്യം കിട്ടുന്ന അല്ലെങ്കിൽ തിറയാട്ടം കിട്ടുന്ന പുത്തൻമുടി വെക്കുക എന്നുള്ളൊരു ചടങ്ങിലേക്ക് നമ്മൾ വരുന്നത്. തിറയും തെയ്യവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചൊന്ന് പറയണം. നമുക്കറിയാം, മലബാർ തന്നെ എടുക്കുകയാണെങ്കിൽ വടകരയ്ക്ക് ഇങ്ങോട്ട് തിറയാട്ടമാണ്, അങ്ങോട്ടാണ് കണ്ണൂർ ഭാഗത്തേക്കാണ് തെയ്യമുള്ളത്. അപ്പോൾ ഈ തെയ്യവും തിറയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്? തെയ്യവും തിറവും തമ്മിൽ ആ പേരിൽ തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്. പേരിൽ തന്നെ. അപ്പോൾ ഈ തെയ്യം എന്ന് പറയുന്നത് ദൈവം എന്ന വാക്കിൽ നിന്നാണ് ഈ തെയ്യം എന്നുള്ളൊരു പേര് ഉണ്ടായതെന്നാണ് ഞാൻ പഠിച്ചത്. ഈ തിറ എന്ന് പറയുന്ന കാവുകളിലൊക്കെയുള്ള തറകളിലെ ആ തറകളിൽ ലോപിച്ചാണ് തിറ ആയിട്ട് മാറിയത്. അങ്ങനെയാണ്. ഇതിൽ പറയാൻ ചടങ്ങുകൾക്കാണ് കൂടുതൽ വ്യത്യാസങ്ങൾ. വേഷവിധാനത്തിന് വ്യത്യാസങ്ങളുണ്ട്, ആട്ടങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ തെയ്യം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങോട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ കൂടുതൽ ഇങ്ങോട്ടില്ല. ഏകദേശം കണ്ണൂർ, കാസർഗോഡ്, നീലേശ്വരം, തലശ്ശേരി, കറക്റ്റ് പറയുകയെന്ന് വെച്ചാൽ നമ്മുടെ കോരപ്പുഴ വരെ കൊണ്ടെത്തിക്കാം. കോരപ്പുഴ മുതൽ ചന്ദ്രഗിരി പുഴ വരെ നമുക്ക് എത്തിക്കാം തെയ്യത്തെ. അവിടുന്ന് ഇങ്ങോട്ട് തിറയാട്ടാണ്. അപ്പോൾ അതിൽ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു തെയ്യം നമുക്കൊരു കണ്ടനാറ് കേളൻ തെയ്യം ഇറങ്ങണമെങ്കിൽ അതിന് 3 ദിവസത്തെ ചടങ്ങുകളാണ്. ഒരു ദിവസം തോറ്റം എന്ന് പറയുന്ന ഒരു ദിവസം തന്നെ, പിന്നെ അതിൻ്റെ വെള്ളാട്ടം ഒരു ദിവസം, പിന്നെയാണ് തെയ്യം ഇറങ്ങുന്നത്. അപ്പോൾ 3 ദിവസത്തെ ഈ കളിയാട്ടമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ആ തെയ്യത്തിന് 3 ദിവസം ചിലവഴിക്കുന്നുണ്ട്, ചിലപ്പോൾ 2 ദിവസം മതിയാവും. പക്ഷേ തിറ എന്ന് പറയുന്നത് ഒരു ദിവസം രാവിലെ നമ്മൾ എത്തുന്നു, അന്ന് തന്നെ അതിൻ്റെ വെള്ളാട്ട്, അതിൻ്റെ രാവിലെ തോറ്റം കഴിഞ്ഞ് വെള്ളാട്ട് കഴിഞ്ഞ് തിറ കഴിഞ്ഞ് ഒരു ദിവസം കൊണ്ട് നമുക്ക് തീർക്കാം. അതിൽ തെയ്യത്തിന് കൂടുതൽ എന്താ പറയുക, കലാശങ്ങളോ കാര്യങ്ങളോ കൂടുതലില്ല. എന്ന് വെച്ചാൽ ഒരു തിറ കളിക്കുന്ന പോലെ തെയ്യം കളിക്കേണ്ട ആവശ്യമില്ല. തെയ്യത്തിന് ആ ചടങ്ങുകൾക്കനുസരിച്ച് കാലി വെച്ചാൽ മതി. അത് കൂടുതൽ താളങ്ങളില്ല. അപ്പോൾ തിറയാട്ടമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഒരു തിറയ്ക്ക് തന്നെ ഒരു 5 കാലം താളങ്ങളുണ്ടാവും. ഒരു കാലം കഴിഞ്ഞ് അടുത്ത കാലം കയറി അടുത്ത ഒരു 5 തട്ടായിട്ടുള്ള താളങ്ങൾ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. എങ്കിലേ ആ തിറ പൂർത്തീകരിക്കുന്നുള്ളൂ. തെയ്യത്തിൽ നമ്മൾ അണിഞ്ഞൊരുങ്ങി വന്ന് ആ തോറ്റം കഴിഞ്ഞ് വന്നാൽ നേരിട്ട് 1 2 താളത്തിൽ തെയ്യം കഴിയും. പിന്നെ തെയ്യം ഇരിക്കുകയാണ്. പിന്നെ വേഷങ്ങളിൽ വളരെ ഏറ്റവും കൂടുതൽ വേഷവിധാനത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു കലയാണ് തെയ്യം. തെയ്യം കാണാൻ ഭയങ്കര മനോഹരമാണ്. അത്രയ്ക്ക് മനോഹാരിത നമ്മളെ തിറയാട്ടങ്ങൾക്കില്ല.
പക്ഷേ ഇപ്പോൾ എന്താ പറയുക, തെയ്യത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് എല്ലാവരും. അത്യാവശ്യം വേഷവിധാനങ്ങളിൽ ഭക്തന്മാർക്ക് കാണാനുള്ളൊരു കാര്യങ്ങൾ കൂടുതൽ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ തെയ്യത്തിൻ്റെ കുറേ വേഷവിധാനങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. കൊയിലാണ്ടി, കൊല്ലം ഭാഗങ്ങളിലേക്ക്, ആ മേഖലകളിലേക്ക് എനിക്ക് തോന്നുന്നു തെയ്യത്തിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ് അല്ലേ, തെറയിലേക്ക് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. ഒരു തെയ്യത്തിൻ്റെ രീതികളിൽ തന്നെയാണ് ചടങ്ങുകളല്ലെങ്കിലും വേഷവിധാനത്തിൽ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ പോതി തെയ്യത്തോട് സാമ്യമുള്ള ചില ഭഗവതി തെറകളെ താങ്കൾ തന്നെ കെട്ടി കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് അത്? ഈ പോതി തെയ്യത്തോട് സാദൃശ്യമുള്ള തെയ്യങ്ങളൊക്കെ ഞാൻ ജനിക്കുന്നതിന് മുന്നേ ഉണ്ട് ഇവിടെ. വസൂരിമാല തെയ്യങ്ങൾ, ഇപ്പോൾ മലയ സമുദായം കെട്ടിയാടുന്ന വസൂരിമാല തെയ്യങ്ങളൊക്കെ പണ്ടേ ഉള്ളതാണ്. പക്ഷെ അന്നൊന്നും ആരും ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചില്ല. പിന്നെ കൂടുതലായിട്ടും എന്താ പറയുക, ഈ ചമയങ്ങൾക്ക് കൂടുതൽ പൈസ ഇറക്കാനോ അല്ലെങ്കിൽ കൂടുതൽ അതിന് യത്നിക്കാനോ പണ്ടുള്ളവർ ശ്രമിച്ചിട്ടില്ലായിരുന്നു. ഉള്ളത് കൊണ്ട് കെട്ടിയാടുക എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അതല്ല, കഥ മാറി. ഇപ്പോൾ കഥ മാറി. പണ്ടത്തെ ആ വേഷത്തെ എന്താ പറയുക, അതിൻ്റെ മാറ്റങ്ങൾ വരുത്താതെ കണ്ട് അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും. അതിന് പിന്നെ പണ്ടൊക്കെ ഊടിൻ്റെ സാധനങ്ങളൊക്കെ ഇപ്പോൾ വെള്ളിയായി, വെള്ളിയുടെ ചമയങ്ങളായി. അത് കൂടുതലും തെയ്യത്തിലായിരുന്നു വെള്ളിയുടെ ചമയങ്ങൾ. അപ്പോൾ ആ ഊടിൻ്റെ സാധനങ്ങളൊക്കെ മാറി ഇപ്പം വെള്ളിയുടെ ചമയങ്ങൾ വന്നു. അപ്പോൾ സൗന്ദര്യം വർദ്ധിച്ചു. നമുക്ക് ആദ്യം ഉണ്ട് ഈ വസൂരിമാല അല്ലെങ്കിൽ ഈ പോതി തെയ്യങ്ങൾ ഇങ്ങോട്ട് ഇല്ല എന്നാണ് നമുക്ക് പറയാം. ഈ പോതി എന്ന് വെച്ചാൽ ഭഗവതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവർ പോതി എന്ന് പറയുന്നത് ഭഗവതിയാണ്, നമ്മുടെ ഭഗവതിയാണ്. അപ്പോൾ ഭഗവതിക്ക് നമ്മൾ കൂടുതൽ ഒരിത് കൊടുത്തിട്ടില്ല. അപ്പോൾ പോതിയുടെ ചടങ്ങ് വേറെയാണ്, നമ്മുടെ ഭഗവതി വേറെ ചടങ്ങാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ ഒരു വ്യത്യാസം അതിലും ഉണ്ടാവും ഇതിലും ഉണ്ടാവും.